മകനെ കഞ്ചാവ് കേസിൽ പിടികൂടിയതുമായി ബന്ധപ്പെട്ട് വാർത്ത നൽകിയ മാധ്യമങ്ങളെ കായംകുളം MLA യു പ്രതിഭ അധിക്ഷേപിച്ചതിൽ പ്രതിഷേധിച്ച് കേരള പത്രപ്രവർത്തക യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയും പ്രസ് ക്ലബ്ബും MLAയെ CPM തിരുത്തണമെന്ന് KUWJ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. അധിക്ഷേപങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറിക്കും പരാതി നൽകാനാണ് തീരുമാനം. മനീഷ് മഹിവാൽ വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഈ വാർത്ത തെറ്റാണ് എന്ന് ആദ്യം MLA പറഞ്ഞു. അത് തെറ്റല്ല, വാർത്ത ശരിയാണ് എന്നത് രേഖകളടക്കം പിന്നീട് നമ്മൾ മാധ്യമങ്ങളൊക്കെ നൽകി. പോലീസ് എക്സൈസിൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നു, അതിലെ പ്രതിപട്ടികയുണ്ടായിരുന്നു, കേസിൻ്റെ വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നൽകിയ ശേഷമാണ് പിന്നീട് മാധ്യമപ്രവർത്തകരെയൊക്കെ പ്രത്യേകിച്ച് മനീഷിനെയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലെ വീഡിയോ വരുന്നത്. ഇക്കാര്യത്തിൽ പിന്നീട് വിശദീകരണമൊന്നും MLA നൽകിയില്ല. എന്താണ് പത്രപ്രവർത്തക യൂണിയന്റെ തീരുമാനം? വിജയകുമാർ, ക്രൈം ആൻഡ് റെഫറൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആധികാരികമായ വാർത്തയായിരുന്നു ഇന്നലെ 24 അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. പക്ഷേ രണ്ടാമതും FB ലൈവിൽ വന്ന യു പ്രതിഭ MLA നടത്തിയ പരാമർശങ്ങൾ അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളായിരുന്നു. പ്രത്യേകിച്ചും മതപരമായ, അതായത് ജാതി അധിക്ഷേപം നടത്തുന്നു എന്നുള്ളതാണ്. ജാതി അധിക്ഷേപം, ഒരു റിപ്പോർട്ടർക്കെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ജാതി അധിക്ഷേപം ഉൾപ്പെടെയുള്ള അപകീർത്തികരമായ വാക്കുകൾ ഒരു ജനപ്രതിയിൽ നിന്ന് ഉണ്ടാകാൻ പറ്റാത്ത തരത്തിലുള്ള വാക്കുകൾ ഉണ്ടായി. ഒപ്പം തന്നെ റിപ്പോർട്ടറെ കുടുംബത്തെ പോലും ആക്രമിക്കുന്ന രീതിയിൽ വളരെ ഒരു നിമിഷം, ഒരു ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്, അത് പരിഹരിക്കട്ടെ, അതിലേക്ക് തന്നെ വരാം. ഏതായാലും ഈ അധിക്ഷേപങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറിക്കും പരാതി നൽകാനാണ് പത്രപ്രവർത്തക യൂണിയന്റെ തീരുമാനം. ഈ നേതാക്കൾ ഇടപെട്ട് MLAയെ തിരുത്തും എന്ന് കരുതാം. ഈ വാർത്ത വസ്തുതാപരമായിരുന്നു എന്നത് തെളിവുകളടക്കം പുറത്തു വന്നിട്ടുണ്ട്. എക്സൈസിന്റെ റിപ്പോർട്ടുണ്ട്. അവർ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് കേസ് എടുത്തിട്ടുള്ളത് എന്നതടക്കം ആ റിപ്പോർട്ടിൽ വ്യക്തമാണ്. അത് പുറത്തു വന്ന് കഴിഞ്ഞിട്ടും മാധ്യമപ്രവർത്തകരെ ഒരു അധിക്ഷേപിക്കുക, വിമർശനം എന്നത് മാന്യമാണ്. പക്ഷേ ഇതല്ല, ഇത് അധിക്ഷേപ പരാമർശങ്ങളാണ് MLA നടത്തിയത്. അതിൽ ഉറപ്പായും നടപടി വേണ്ടതാണ്. മനീഷ്, തുടരാം. വിജയകുമാർ, ആ തരത്തിൽ ഗുരുതരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ, അവഹേളനങ്ങളാണ് മാധ്യമപ്രവർത്തകർക്കെതിരെ നടത്തിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ളത് മീഡിയ റിപ്പോർട്ടർക്കെതിരെ നടത്തിയിട്ടുള്ള പരാമർശമാണ്. അത് ജാതി അധിക്ഷേപം തന്നെയായിരുന്നു. അത്രയ്ക്ക് ഗുരുതരമായ ആരോപണം നടത്തി. എന്താണെങ്കിലും MLAക്കെതിരെ MLA തിരുത്തണം, MLA ഈ നടപടി ശക്തമായി പ്രതിഷേധിക്കുന്ന ഒപ്പം തന്നെ പാർട്ടി നേതൃത്വം MLAയെ തിരുത്തണം. അത് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം തന്നെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും പരാതി നൽകാൻ KUWJ ജില്ലാ കമ്മിറ്റി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലായിരുന്നു ഇത് സംബന്ധിച്ച് തീരുമാനം എടുത്തു. ഒപ്പം തന്നെ നിയമപരമായി ഇവർ നടത്തിയ അധിക്ഷേപത്തിനെതിരെ പോകുന്ന മാധ്യമ പ്രവർത്തകർക്ക് എല്ലാവിധ നിയമ പോരാട്ടങ്ങൾക്കും പിന്തുണ നൽകാനും KUWJ ആലപ്പുഴ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചിട്ടുണ്ട്. പിന്നീട് യു പ്രതിഭ ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകിയിട്ടില്ല. മാധ്യമങ്ങൾ ഈ FIR റിപ്പോർട്ടിന്റെ, ക്രൈം ആൻഡ് ഒക്കറൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വാർത്ത നൽകിയിട്ട് പക്ഷേ അതിനെതിരെ പ്രതികരിച്ച ശേഷം പിന്നീട് ഇത് വിവാദമായ പശ്ചാത്തലത്തിൽ യു പ്രതിഭയുടെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. ഇതിനിടെ യു പ്രതിഭയെ പിന്തുണച്ചുകൊണ്ട് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണൻ കൂടി രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതിഭയെ, ഈ മകനെ ഇത്തരത്തിൽ മയക്കുമരുന്നുമായി പിടികൂടിയ സംഭവം അത് പാർട്ടി നേതൃത്വം, CPM നേതൃത്വം അറിഞ്ഞുകൊണ്ട് നടത്തിയ നീക്കമാണെന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് ഫേസ്ബുക്കിലൂടെ B ഗോപാലകൃഷ്ണൻ പങ്കുവയ്ക്കുന്നത്. അങ്ങനെ ഈ യു പ്രതിഭ MLAയുടെ മകനെ കഞ്ചാവുമായി പിടികൂടിയ സംഭവത്തിൽ വലിയ രാഷ്ട്രീയ വിവാദം കൂടി ഉണ്ടാവുകയാണ്. മാധ്യമപ്രവർത്തകർക്കെതിരെ ഒട്ടും ഒരു ജനപ്രതി നടത്താൻ പാടില്ലാത്ത തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളും മാധ്യമപ്രവർത്തകരെ കുടുംബത്തെ അടക്കം ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയുമായിരുന്നു MLAയുടെ ഭാഗത്ത്. എന്താണെങ്കിലും അത് സംബന്ധിച്ച് പത്രപ്രവർത്തക യൂണിയൻ തന്നെ ശക്തമായി പ്രതിഷേധിക്കുകയും മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ നിയമ നടപടിയായി പോകുന്ന മാധ്യമപ്രവർത്തകർക്ക് എല്ലാവിധ പിന്തുണയും നൽകാൻ ആലപ്പുഴ KUWJ ജില്ലാ കമ്മിറ്റി യോഗം തീരുമാനിച്ചു. വിജയകുമാർ. എക്സൈസിന്റെ ക്രൈം ആൻഡ് ഒക്കറൻസ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ തന്നെയാണ് മാധ്യമങ്ങൾ വാർത്തയാക്കിയത്. അതിൽ വസ്തുതാപരമായി എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ MLAക്ക് ചൂണ്ടിക്കാട്ടാവുന്നതാണ്. പക്ഷേ വസ്തുതാപരമായ പിഴവുകളല്ല MLA ചൂണ്ടിക്കാട്ടിയത്. അത്തരം വാർത്ത നൽകിയ മാധ്യമപ്രവർത്തകരെ വ്യക്തിപരമായി ഒക്കെ അധിക്ഷേപിക്കുന്ന അങ്ങേയറ്റം മോശമായ പരാമർശങ്ങൾ ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു. അതിനെതിരെയാണ് പത്രപ്രവർത്തക യൂണിയൻ ഇപ്പോൾ രംഗത്ത് വന്നത്. MLAയെ തിരുത്തുമോ, പാർട്ടി തിരുത്തുമോ, അല്ലെങ്കിൽ MLA സ്വയം തിരുത്തലിന് തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. ഇല്ലെങ്കിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് പത്രപ്രവർത്തക യൂണിയൻ അറിയിച്ചിരിക്കുന്നത്.